ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പാടത്ത് കളിച്ചും ഈ ചൂടത്ത് വിയർത്തും ഇപ്പൊ വരുന്ന മയത്ത് കുളിച്ചൊക്കെ അവധിക്കാലം ആഘോഷിക്കായിരിക്കും നിങ്ങൾ എല്ലാവരും, അല്ലേ? ഈ കഴിഞ്ഞ വിഷുവിന് കൈതീട്ടം കിട്ടിയവരൊക്കെ അല്ലേ, അല്ലെങ്കിൽ പെരുന്നാൾക്ക് പൈസ കിട്ടിയവരൊക്കെ, നിങ്ങൾക്ക് ഇതേപോലെ 100-ന്റെ 50-ന്റെയും 20-ന്റെയും 500-ന്റെയും 2000-ന്റെ നോട്ട് കിട്ടിയവരുണ്ടാവല്ലോ. ഈ നോട്ടുകളൊക്കെ അച്ചടിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയോ? അറിയുന്നവരൊന്ന് പറഞ്ഞേ, അച്ചടിക്കുന്നത് എവിടെയാണ്? അതെ, ഒരുപാട് പേര് പറഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI എന്നല്ലേ. ആ അതെ, നിങ്ങൾക്കൊക്കെ ഇവിടെ ചിഹ്നം കാണും, അറിയാല്ലേ? ഒരു ബംഗാൾ ടൈഗറും ഒരു റോയൽ പാം ട്രീന്റെ ഒക്കെ ചിഹ്നം, ഒരു വട്ടത്തിലുള്ള ചിഹ്നമൊക്കെ ഉള്ള നമ്മുടെ RBI, അത് തന്നെ സംഭവം. അതിനെക്കുറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. RBI, ഓക്കെ, ഭാരതീയ റിസർവ് ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ RBI ഉണ്ടാക്കിയത് എന്നാണ് അറിയുന്നത്? റോക്കി ബായ്ക്ക് പറയല്ലേ, റോക്കി ബായ് സിൻസ് 1974. അതേപോലെ RBI ഉണ്ടായത് എന്നാന്ന് അറിയുമോ നിങ്ങൾക്ക്? 1935-ലാണ്. എത്രയില? 1935. 1935-ലാണ് RBI സ്ഥാപിതമായത്. ഓക്കെ, ഈ കേന്ദ്ര ബാങ്കായിട്ടുള്ള RBIയുടെ ആസ്ഥാനം എവിടെ അറിയോ? എജുപോർട്ടിന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ഓഫീസുള്ള സ്ഥലമില്ലേ, അതാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. മലപ്പുറത്ത്. ഓക്കെ, എൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ വീട്, അപ്പൊ എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം. അതേപോലെ ഈ RBIയുടെ ആസ്ഥാനം എവിടെയാന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ? RBIയുടെ ആസ്ഥാനമായിട്ട് പറയുന്നത് നമ്മുടെ അധോലോകത്തിന്റെ മുംബൈയാണ് RBIയുടെ ആസ്ഥാനമായിട്ട് പറയുന്നത്. ഈ RBIയുടെ ആസ്ഥാനമായിട്ട് പറയുന്ന ഈ മുംബൈ ഉണ്ടല്ലോ, അത് നിങ്ങൾ ജസ്റ്റ് വെറുതെ മിസ്സാക്കി പോകരുത്. പരീക്ഷയ്ക്ക് 2 മാർക്കിനുള്ള അല്ലെങ്കിൽ 1 മാർക്കിനുള്ള ചോദ്യമാണ്. എന്താണ് RBIയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാ? മുംബൈ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യുന്നത്. RBIയുടെ ഒരുപാട് കാര്യങ്ങൾ RBI ചെയ്യണമല്ലോ, അല്ലാതെ ഇത്രയും വലിയ പൊസിഷനിലൊന്നും ഉണ്ടാവില്ലല്ലോ. ലോകം അറിയപ്പെടുന്ന ഒരു ഒരു ബാങ്കായിട്ട് ഇങ്ങനെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ലേ? ആ കടമകൾ എന്തൊക്കെയാണ് നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ കടമ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കുറച്ചു നേരം മുന്നേ പറഞ്ഞു, എന്താ പറഞ്ഞത്? നോട്ട് അച്ചടിക്കുക എന്നുള്ളതാണ്. 4 കടമകളെ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ എന്താ? നോട്ട് അച്ചടിക്കലാണ്. നോട്ട് അച്ചടിക്കലാണ് ഒന്നാമത്തെ കടമ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കടമ എന്ന് പറയുന്നത് എന്താ? വായ്പ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്താണ്? വായ്പ നിയന്ത്രിക്കുക. ഈ ബാങ്കുകാരൊക്കെ ലോൺ കൊടുക്കില്ലേ, ഈ ലോണിന് എത്ര പലിശ കൊടുക്കണം എന്നുള്ളത് നിയന്ത്രിക്കില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? RBI ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? വായ്പ നിയന്ത്രിക്കൽ എന്നാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോൺ എടുക്കുന്നവരൊക്കെ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? ഓക്കെ, ഇത്ര ചെറുപ്പത്തിൽ ഞങ്ങൾ ലോൺ എടുക്കാനും സാറേ എന്നാ വേണ്ട. ഓക്കെ, വായ്പ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്താ അറിയോ? സർക്കാരിന്റെ ബാങ്ക് എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്താ? സർക്കാരിന്റെ ബാങ്ക് എന്നുള്ളതാണ്. അഥവാ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയൊക്കെ സർക്കാരുകളുടെ ബാങ്കാണ് ആര്? നമ്മുടെ RBI. മൂന്നാമത്തത് എന്താണ്? അവിടെ ഒന്നാമത്തത് സർക്കാരിന്റെ ബാങ്ക്. ഇനി നാലാമത്തത് എന്താ അറിയോ നിങ്ങൾക്ക്? 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തത് എന്താ? നോട്ട് അച്ചടിക്കുക. രണ്ടാമത്തത് വായ്പ നിയന്ത്രിക്കുക. 3 സർക്കാരിന്റെ ബാങ്ക്. നാലാമത്തത് ബാങ്കുകളുടെ ബാങ്ക്. അറിയില്ലേ? ബാങ്കുകളുടെ ബാങ്ക്. എന്താണ്? ബാങ്കുകളുടെ ബാങ്ക്. അല്ലാതെന്താ? ബാങ്കുകളുടെ ബാങ്ക്. ഇനി നമുക്ക് ഇതൊന്ന് വിശദീകരിച്ച് നോക്കിയാലോ. ഓക്കെ, ഒന്നാമത്തെ എന്താ? നോട്ട് അച്ചടിക്കുക എന്നുള്ളതാണ്. നോട്ട് അച്ചടിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ 123 കോടി ജനങ്ങളുണ്ട്. ഈ 123 കോടി ജനങ്ങളും ഉപയോഗിക്കുന്ന ഒരുപാട് നോട്ടുണ്ട്. അതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? അച്ചടിച്ചിറക്കുന്നത് ആരാ? RBI ആണ്. ഈ അച്ചടിക്കുന്നതൊക്കെ നോട്ട് ഇങ്ങനെ അച്ചടിച്ചു പോയി കഴിഞ്ഞാൽ
അത് എല്ലാവരുടെ അടുത്ത് കുറേ ഉണ്ടാവില്ലേ. അപ്പൊ ഇതിനനുസരിച്ചുള്ള കരുതലായിട്ട് അവരെന്ത് വെക്കും, ആ നോട്ട് ഇപ്പൊ 50,000 രൂപയുടെ നോട്ടുകൾ അച്ചടിച്ച് ഇറക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്വർണമോ അല്ലാന്നുണ്ടെങ്കിൽ വിദേശ നാണ്യങ്ങളോ, ഇപ്പോൾ ഡോളറോ യൂറോയോ അങ്ങനെ എന്തെങ്കിലും ദീനാറോ അതൊക്കെ എന്ത് ചെയ്യും അവര് RBI മാറ്റി വെക്കും. ഇതിനനുസരിച്ചുള്ളത് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അതിന്റെ മൂല്യത്തിലുള്ള നോട്ടുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അച്ചടിച്ച് ഇറക്കുള്ളൂ. മനസ്സിലായോ? സ്വർണമോ അല്ലാന്നുണ്ടെങ്കിൽ വിദേശ നാണ്യങ്ങളോ കരുതലായിട്ട് വെക്കുകയും എന്നിട്ട് നോട്ട് അച്ചടിച്ച് ഇറക്കുക ചെയ്യാം. ഓക്കെ. ഇനി നമ്മളടുത്ത് കിട്ടുന്ന 1 രൂപ കോയിനും 5 രൂപ കോയിനൊക്കെ അച്ചടിച്ചിറക്കുന്നത് RBI ആണോ? അല്ല. അതാരാണ്? അത് കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. ആരാണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. ഇനി മാറിപ്പോകണ്ട, RBI അല്ല ഈ കോയിനുകളൊന്നും അച്ചടിച്ചിറക്കുന്നത് അല്ലെങ്കിൽ ഇറക്കുന്നത്. അത് ആരാണ്? ആരാണ്? ആരാ പറ? ആരാണ്? നമ്മുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. ഓക്കെ. അപ്പോ ഏതിനൊക്കെ നോട്ടുകളുണ്ട്? 10ന്റെയും 20ന്റെയും 100ന്റെയും 200ന്റെയും 500ന്റെയും 1000നുണ്ടോ? 1000ന്റെ ഇല്ല. 2000നുണ്ടോ? 2000നുണ്ട്. അങ്ങനെ ഇത്രയും വരുന്ന നോട്ടുകളൊക്കെ അച്ചടിച്ചിറക്കുന്നത് RBIയുടെ ഒന്നാമത്തെ കടമയാണ്. ഒന്നാമത്തെ ഡ്യൂട്ടി മനസ്സിലായല്ലോ, നോട്ട് അച്ചടിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് വായ്പ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വായ്പ നിയന്ത്രിക്കുക. എങ്ങനെ വായ്പ നിയന്ത്രിക്കില്ല RBI? ലോൺ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എങ്ങനെ? ഒരു ബാങ്കിന് എത്രയൊക്കെ പലിശ ഈടാക്കാം എന്നുള്ളതിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ. ഒരാൾ ഉന്നത സ്ഥാനത്ത് നിന്ന് ഇത്രയും നിങ്ങൾക്ക് പലിശ ഈടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഒരു ഭാഗം തന്നെ നിയന്ത്രിക്കുന്നത് RBI ആണ്. അപ്പോൾ വായ്പ ചിലപ്പോൾ എന്ത് ചെയ്യും, പലിശ കൂട്ടും. അപ്പോൾ ആൾക്കാർ വായ്പ എടുക്കുന്നത് കുറയും. ഇനി പലിശ കുറച്ചു കഴിഞ്ഞാലോ ആൾക്കാർ വായ്പ എടുക്കുന്നത് കൂടും. അങ്ങനെ സാമ്പത്തിക സുസ്ഥിര അവസ്ഥയെ നിയന്ത്രിക്കുന്നത് RBIയുടെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ്. അപ്പോൾ വായ്പ നിയന്ത്രിക്കുക എന്നുള്ളതാണ് എന്ത് RBIയുടെ രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഡ്യൂട്ടി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? മൂന്നാമത്തെ ഡ്യൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാരിന്റെ ബാങ്ക്. കേന്ദ്രത്തിന് സർക്കാർ ഉണ്ടല്ലോ, സംസ്ഥാനങ്ങൾ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഓ, അതുപോലും അറിയാത്തവരുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ല. ഇവരൊക്കെ നിങ്ങളൊക്കെ നല്ല പിള്ളേരല്ലേ. അങ്ങനെ ഈ 28 സംസ്ഥാനം, ആ സംസ്ഥാനങ്ങളുടെ മൊത്തം വരുന്ന നമ്മുടെ ഈ സംസ്ഥാനം, ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, അതിൽ മൊത്തം വരുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? കേന്ദ്രത്തിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നത് ആരാണ്? RBI ആണ്. എന്താണ് RBIന്റെ ഫുള്ള്? എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. RBI ആണ് സർക്കാരിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത്. സർക്കാരിന് എന്ത് ചെയ്യണം? കുറേ ടൂറിസത്തിൽ നിന്നൊക്കെ പൈസ കിട്ടി. ഈ പൈസക്ക് എവിടെ കൊണ്ട് എനിക്ക് നിക്ഷേപിക്കണം? കുറേ ടാക്സ് അങ്ങോട്ട് മേടിക്കാമല്ലോ. ടാക്സ് ആയിട്ട് കുറേ പൈസ മേടിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അവർക്ക് നിക്ഷേപിക്കണം. എവിടെ പോയി നിക്ഷേപിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നിക്ഷേപിക്കുക. അല്ലാതെ കാനറയിലും HDFC ബാങ്കിലും നിക്ഷേപിക്കുമോ? ഇല്ല. അവർ നിക്ഷേപിക്കല് RBIയിലാണ്. ഓക്കെ. ഇനി കുറേ ലോൺ വേണം, പൈസ ഒന്നും ചെലവാക്കാൻ തികയുന്നില്ല. അപ്പൊ ലോൺ വേണം സർക്കാരുകൾക്ക്. അപ്പൊ ആരെ സമീപിക്കുക? കാനറ ബാങ്കിനെയും അല്ല HDFCനെയാണോ? അല്ല. അവര് സമീപിക്കൽ ആരെയാണ്? RBI ആണ്. റിസർവ് ബാങ്കിനെ, ഭാരതീയ റിസർവ് ബാങ്കിനെയാണ് സർക്കാരുകൾ സമീപിക്കുക. അപ്പൊ സർക്കാരിന്റെ ബാങ്ക് എന്നുള്ളതാണ് മൂന്നാമത്തേതായിട്ട് പറയുന്നത്. ഇനി നാലാമത്തത് എന്താണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നുള്ളതാണ്. പരമോന്നത ബാങ്ക്. അല്ല, ഈ പരമോന്നത എന്നുള്ള ബാങ്ക് നമ്മൾ പരമോന്നത നീതിപീഠം. ഏത് പരമോന്നത നീതിപീഠം? സുപ്രീം കോടതി. അപ്പോൾ ഈ പരമോന്നത ബാങ്കായിട്ട് പറയുന്നതാണ് ആരെ? ബാങ്കുകളുടെ ബാങ്കായിട്ട് പറയുന്നതാണ് ആരെ? റിസർവ് ബാങ്കിനെ. ബാങ്കുകൾക്ക് വേണ്ട എല്ലാ ബാങ്കുകളും, ഇപ്പോൾ ഈ റിസർവ് ബാങ്കിന് കീഴിൽ ഒരുപാട് ബാങ്കുകളുണ്ട്. ആരൊക്കെയുണ്ട്? HDFC ആയാലും അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട്. കനറ ആയാലും അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മനസ്സിലായോ? ബാങ്കുകൾ ഇത്ര ആൾക്കാർ പണമിടപാട് നടത്താൻ പാടുള്ളൂ, ഈ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഉപദേശങ്ങൾ മൊത്തം കൊടുക്കുന്നത് തലമൂത്ത ആരാണ്? റിസർവ് ബാങ്കാണ്. ഓക്കെ. 4 കടമകൾ മനസ്സിലായല്ലോ. ഒന്നാമത്തെ എന്താണ്? നോട്ട് അച്ചടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വായ്പ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സർക്കാരിന്റെ ബാങ്ക് എന്നുള്ളതാണ്. നാലാമത്തത് ബാങ്കുകളുടെ ബാങ്ക് എന്നുള്ളതാണ്. ഞാൻ ചുരുക്കി പറയുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ആദ്യമായിട്ട് ചോദിക്കുകയാണ്, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? അതെ, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, മുംബൈ ആണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഞാൻ ഷോർട്ടായിട്ട് പറയുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിക്കുകയും മുംബൈ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെ റിസർവ് ബാങ്കിന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ നോട്ട് അച്ചടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ വായ്പ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
സർക്കാരിന്റെ ബാങ്കായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഡ്യൂട്ടി എന്താണ്? ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.